ഹായ് ഓൾ. അപ്പം ഇന്ന് പ്രത്യേകിച്ച് വല്ല പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ലുലുവിലേക്ക് ഇറങ്ങിയാലോ എന്നാലോചിച്ചു. അപ്പോൾ സാനിഫ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലുലുവിലെ മറ്റേ നമ്മുടെ ഫാൻറ്റോറ ഗെയിംസ് സെക്ഷനിൽ അവിടെ വരെ ഒന്ന് പോയി ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിക്കണം. അപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ലുലു അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ വേറെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം നമുക്ക് പതുക്കെ വിശേഷങ്ങളൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ, പിക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു PSC കോച്ചിങ് സെൻറ്റർ തപ്പി ഇറങ്ങിയതാണ്. എന്നിട്ട് ഇവിടെ തന്നെ ഒരു സ്ഥലത്ത് കൊണ്ട് അവിടെ PSC കോച്ചിങ് ഇല്ല. അവിടെ എന്താ ഉള്ളത്? SSC അല്ലേ? SSCയുടെ കോച്ചിങ് സെൻ്ററാണുള്ളത്. അപ്പം ഞങ്ങളത് തപ്പി തരുന്നോണ്ടിരിക്കണം. ഇതിൽ പറയുന്നു ഇന്ന് മൊത്തം ഫ്ലോപ്പാണ് ഗൈസ്. മൊത്തം ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഇറങ്ങിയിട്ട് ഒരു കാര്യം നടന്നില്ല. ഒരു കാര്യം നടന്നില്ല. ആദ്യം അവർക്ക് PSC കോച്ചിങ്ങിന് അവിടെ പോകണം എന്ന് പറഞ്ഞു. അവിടെ പോയപ്പോൾ അവിടെ ആ സംഭവം ഇല്ല. പിന്നെ ഞങ്ങൾ വേറെ അന്വേഷിച്ചു. അപ്പോൾ അവിടെ ആ കോഴ്സിൻ്റെ ക്രാഷ് കോഴ്സ് ഇല്ല. അല്ലാണ്ടുള്ള 1 year പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. LDCയുടെ ഇതിന് അവള് എക്സാമൊക്കെ എഴുതി എന്തിനു വന്നത് എന്താ ഫ്രീ മറ്റേ ഫസ്റ്റ് എക്സാമൊക്കെ കഴിഞ്ഞ് പാസ്സായി അടുത്ത എക്സാമിൽ വന്നത്. എനിക്ക് അതൊന്നും മൈൻഡിലൊന്നും കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് കുട്ടീനെ ഒന്ന് ഡ്രൈവിംഗ് സ്കൂളിൽ ചേർക്കണം എന്ന് വിചാരിച്ചു. ഡ്രൈവിംഗ് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി ഞങ്ങളുടെ ആശാൻ്റെ സോണിയാസ് ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അപ്പോൾ ആശാനെ വിളിച്ചപ്പോൾ ആശാൻ അത് ഇപ്പോൾ അവിടെ പൂട്ടി ടൈം കഴിഞ്ഞു. സമയം 5 മണി. അതുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ ഓഫീസ് അവിടെ അടച്ചു. ഇപ്പോൾ ആശാനെ വിളിച്ചിട്ടപ്പോൾ ഫോണിൽ ഡീറ്റെയിൽസും കാര്യങ്ങൾ അയച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ലുലുവിലാണ്. അപ്പോൾ സാനിഫിനെ ഒന്ന് വിളിക്കണം. പിന്നെ സാനിഫിനെ വിളിച്ചിട്ട് സാനിഫ് അവിടെ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ വൃത്തിയാവും. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് സലൂണിൽ പോകണം. സലൂണിൽ ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ബിസി ആണെങ്കിൽ മറ്റൊരിക്കലും കൂടി തീരുമാനം. അപ്പം ഇനി സ്റ്റക്കായിട്ടിരിക്കണമൊക്കെ ഫോൺ ഓഫ് ആകുമ്പോൾ അവൾ വൈലൻ്റ് ആവും. അതാണ് ഐശ്വര്യ പ്രഭാകരൻ. അപ്പം ഞാൻ ഒന്ന് സാനിഫിനെ വിളിച്ച് ലുലു വരെ ഒന്ന് പോയിട്ട് വരാം. ശരി. അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി. ലുലുവിലെ ഒരു അത്യാവശ്യം ഓൾമോസ്റ്റ് കുറേ റൈഡെല്ലാം ഞങ്ങൾ ട്രൈ ചെയ്തു. ഒരു വിർച്വൽ റൈഡ് ഉണ്ടായിരുന്നു ആദ്യം. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അയ്യോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ അതിന് ശേഷം ഇതുപോലെയുള്ള പല സാധനങ്ങളിൽ സാനിഫിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും പറയാനില്ല, കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എല്ലാം നമ്മൾ ഭയങ്കര എന്താ പറയുക, നമുക്ക് അടുത്ത് നിന്ന് കാണുന്ന പോലെയും അല്ലെങ്കിൽ അടുത്ത് നിന്ന് നമ്മൾ റിയലായിട്ട് ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ്, റൈഡ് ചെയ്യുന്നത് പോലെയൊക്കെ തന്നെയാണ് നമുക്ക് ശരിക്കും ഇതിൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പുതിയ റൈഡും കാര്യങ്ങളെല്ലാം ലുലു ഫാൻറ്റോറ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലുലുവിൽ പോകുന്നൊരു മസ്റ്റായിട്ടും ഈ ഒരു സ്പോട്ടൊക്കെ എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, കട്ടേക്ക് ഇല്ല. ഒന്നും സംഭവിക്കില്ല. ചാരി എന്നാ മതി, ഇങ്ങനെ എന്നാ മതി. വെറുതെ എന്ത് വേണേലും ചെയ്യാം. പറക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഇത് അത് ഞാൻ തന്നെ വേണേ പോർട്രേറ്റ് അടിക്കാം ഇടയ്ക്ക്.
ലെയർ ലെയർ നമുക്ക് കുറച്ച് ഫോണയില്ലല്ലടാ ഗ്രാവിറ്റിയുടെ ആ സംഭവത്തിൽ കയറിയിട്ട് തല കറങ്ങി ഒരു ഇതായി അനങ്ങാണ്ട് കിടക്കണം. അതിനകത്ത് പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അനങ്ങാതെ അതിനകത്ത് ഇരിക്കണം. അല്ലാണ്ട് എന്നെ പോലെ കിടന്ന് വിഷമിട്ട് എടുത്തു കഴിഞ്ഞാൽ തല കീറിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടി നമുക്ക് ഹെഡ് ആൻഡ് ഫേസ് എന്ന് പറയുന്ന ഒരു സലൂൺ ഉണ്ട് പാലാരിവട്ടം ഹോളിഡേൻ്റെ അടുത്തായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയൊരു ഹെഡ് മസാജും പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ ആൻഡ് ചിലപ്പോൾ ഞാൻ ഹെയർ കട്ട് ചെയ്യും, ചിലപ്പോൾ സ്റ്റൈലൊക്കെ മാറ്റി നിൽക്കും. ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് പാലാരിവട്ടത്തുള്ള ഹെഡ് ആൻഡ് ഫേസ് എന്ന് പറയുന്ന സലൂൺ. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഹെയർ കട്ടിന് വേണ്ടിയിട്ടാണ് ചെന്നത്. അതുപോലെ തന്നെ പെഡിക്യൂർ മാനിക്യൂറൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങളോട് 9 മണിക്ക് എത്തിയിട്ട് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയം 12 മണിയാണ്. അത്രയും നേരം ഞാൻ പോസ്റ്റ് അടിച്ച കാര്യം നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ജസ്റ്റ് ഹെയർ കളറിങ് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹെയർ കളറിങ് ഏതൊക്കെയോ ഒരു കളർ എനിക്ക് ദീക്ഷിച്ച് ഓൾറെഡി സജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കളറാണ് ഇപ്പം ഞാൻ അടിക്കാൻ പോകുന്നത്. യെസ്, അത് കഴിഞ്ഞിട്ടുള്ള കാര്യം കാണാം. ബോറടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. യെസ് ഗൈസ്, അങ്ങനെ ഫൈനലി ഹെയർ കളർ ചെയ്തിരിക്കുകയാണ്. ഗോൾഡൻ കളറാണെന്ന് തോന്നുന്നു. എനിക്ക് എക്സൈറ്റഡ് കളർ ഏതാണെന്നൊന്നും ഒരു വലിയ പിടുത്തമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റൈല്, പുതിയ സ്റ്റൈല്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.